963 എന്ന ലീഡ് നില BJPക്ക് ഇപ്പോൾ ഉണ്ട് വോട്ടെണ്ണൽ പുരോഗമന ഘട്ടത്തിൽ. പക്ഷേ ആ ലീഡ് നില ഇനി 2 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ നേർവിപരീതമാകുന്നു എന്നതാണ് പാലക്കാട് വർഷാവർഷങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ രീതി. അത് അതേപടി പ്രകടമാവുകയാണെങ്കിൽ ചിത്രം മാറുമെന്നതാണ്. അത് UDF ക്യാമ്പിനും അറിയാം. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പിരായിരി എന്ന പഞ്ചായത്ത് UDFന്റെ ശക്തി മേഖലയാണ്. ആ മേഖലയിൽ ഇത്തവണ എന്ത് സംഭവിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2011 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ CPM നിന്ന് സീറ്റ് തിരികെ പിടിച്ചത് തന്നെ ആ പിരായിരി എന്ന പഞ്ചായത്ത് നൽകിയ വലിയ പിന്തുണയുടെ അടിസ്ഥാനം 1366 ലീഡായിരുന്നു 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് 5ാം റൗണ്ടിൽ, ഇത് നമ്മൾ ബൂത്തിൽ നിന്നെടുത്ത കൃത്യമായ കണക്കാണ്, 963 വോട്ടുകളുടെ ലീഡിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് C. കൃഷ്ണകുമാർ. അതായത് 4ാം റൗണ്ടിൽ 1366 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഇപ്പോൾ 963 വോട്ടിന്റെ ലീഡ് നേടി C. കൃഷ്ണകുമാർ മറികടന്നിരിക്കുകയാണ് അല്ലേ? അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മാറുന്ന രാഷ്ട്രീയം പാലക്കാട് വളരെ ശ്രദ്ധേയമാണ്. 5ാം റൗണ്ട് സംഭവിച്ച ലീഡ് തിരികെ പിടിക്കുകയാണ് BJP. 5 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ 963 എന്ന വോട്ടിന്റെ ലീഡാണ്. ഇതാണിപ്പോൾ പാലക്കാടിന്റെ രാഷ്ട്രീയം. പക്ഷേ വരുന്ന റൗണ്ടുകളിൽ അത് മാറും. 5 എന്നുള്ളത് 6, 7, 8 റൗണ്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ 40% വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു 4 റൗണ്ട് വരെ നേടിയിരുന്നത്. 36.9% വോട്ട് C. കൃഷ്ണകുമാറും അവിടെ 20.83 ഇദ്ദേഹത്തിന്റെ സരിന്റെ വോട്ട് മാറിയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 963. അപ്പോൾ ശതമാനക്കണക്കിലും മുന്നിലെത്തിയിരിക്കുകയാണ് C. കൃഷ്ണകുമാർ. സ്വാഭാവികമായിട്ടും അങ്ങനെ 5ാം റൗണ്ടിൽ മൂത്താൻതറ എന്ന് പറയുന്നത് BJPയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡാണ്. അവിടെയാണ് പറഞ്ഞത് 80% മുകളിലേക്ക് വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അല്ലെ? മൂത്താൻതറയിലായിരുന്നു. അവിടെയാണ് ഒരു ബൂത്തിൽ 1400 പരം വോട്ടുകൾ അല്ലെ, അത്രയും വോട്ടുകൾ പോലും പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഇടത്താണ് ഇപ്പോൾ ലീഡ് കിട്ടിയിരിക്കുന്നത് BJPക്ക്. അവിടെ പരമാവധി വോട്ടുകളുടെ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും വോട്ടുകളുടെ ലീഡിൽ നിന്നാണ് 1116 ലീഡിൽ നിന്നാണ് പെട്ടെന്ന് 963 ഇപ്പോൾ പിന്നിൽ പോയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് 2000-ലധികം വോട്ടുകളുടെ ലീഡ് ഈ മൂത്താൻതറ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്ന് അവിടെ കോൺഗ്രസിന് പ്രചാരണം നടത്താൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ വന്നിരുന്നല്ലോ. ഈ നഗരസഭയിൽ 6239 ലീഡ് കഴിഞ്ഞ തവണ പിടിച്ചെടുത്താണ് 3000-ൽ പരം വോട്ടുകൾക്ക് അവർ പരാജയപ്പെടുന്നത് BJP. അപ്പോൾ ഇത്തവണ ഇതിൽ കുറഞ്ഞൊരു ലീഡ് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിരായിരിയിൽ 6201 ലീഡ് ഉണ്ടായിരുന്നു. അവിടെ സരിൻ എന്തെങ്കിലും അത്ഭുതം കാണിച്ചാലേ ഉള്ളൂ. സരിൻ എന്തെങ്കിലും അത്ഭുതം കാണിച്ച് UDFന്റെ വോട്ട് കുറയ്ക്കുകയാണെങ്കിലും കണ്ണാടിയിലും അതുപോലെ തന്നെ മാത്തൂരിലും LDFന് ചെറിയതാണെങ്കിലും ലീഡ് കിട്ടുകയും ചെയ്താൽ മാത്രമേ ഇനി ഒരു വ്യത്യാസം വരികയുള്ളൂ അല്ലെ? അല്ലെങ്കിൽ BJPക്ക് ആ 3ഉം 4ഉം റൗണ്ടുകൾ, 4ാം റൗണ്ടിൽ എന്തായാലും BJP അങ്ങനെ പിന്നോക്കം പോകാൻ പാടില്ലായിരുന്നു. അതായത് 7 റൗണ്ടിന് കഴിഞ്ഞാൽ BJPയുടെ കയ്യിൽ നിന്ന് കളി പോവുകയാണ്. പിന്നെ കളി നടക്കേണ്ടത് LDF UDF ആണ്. അവരുടെ വോട്ട് പിടുത്തമാണ് BJPയുടെ സാധ്യത നിലനിർത്തുകയും. അതായത് 106 ബൂത്തുകൾ കഴിഞ്ഞാൽ 8ാം റൗണ്ടിന്റെ പകുതിയോളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ BJPക്ക് കരക്കിരുന്ന് കളി കാണേണ്ടി വരും. അവിടെ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രം ചുരുക്കുന്നോ അത്രമാത്രം മുന്നോട്ട്, അത്രമാത്രം ഈ കളത്തിലേക്ക് ഇറങ്ങാനേ BJP കഴിയുകയുള്ളൂ. അത് മാത്രമല്ല കഴിഞ്ഞ തവണ പിരായിരിയിലും കണ്ണാടിയിലും മാത്തൂരിലും നേടിയ വോട്ടുകൾ അതിൽ കുറവുണ്ടാകാനും പാടില്ല. കാരണം അതേ വോട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും അതോടൊപ്പം തന്നെ ഈ ഒരു വ്യത്യാസം LDFും UDFും തമ്മിലുള്ള വ്യത്യാസം കുറച്ചു കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു മത്സരത്തിന് സാധ്യത കാണുന്നുള്ളൂ. എന്നാലും 963 വോട്ടുകൾ നമുക്ക് ചേലക്കര